ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അടുത്ത കേറ്ററ്റ് പരീക്ഷ എന്നായിരിക്കും, അടുത്ത വിജ്ഞാപനം എപ്പോഴത്തേക്കായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട കോൾസിൽ ഏറ്റവും കൂടുതൽ ഇതാണ്. പ്രത്യേകിച്ച് ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങി എല്ലാവരും പഠിക്കാനുള്ള ഒരു ബാക്ക് ടു സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു മോഡിലേക്കാണ് അല്ലേ. അപ്പോൾ ഒത്തിരി കോൾസ് നമുക്ക് വരുന്നുണ്ട്, എന്നായിരിക്കും അടുത്ത കേറ്ററ്റ് വിജ്ഞാപനം എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷത്തിൽ 2 പ്രാവശ്യമാണ് കേറ്ററ്റ് പരീക്ഷ നടക്കുന്നത് അല്ലേ. പ്രോബബ്ലി ഡിസംബറിലും അതുപോലെ മെയ് ജൂണിലായിട്ടാണ് പരീക്ഷ നടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂണിലെ പരീക്ഷ കഴിഞ്ഞു. ജൂൺ 22, 23 തീയതികളിലായിട്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞത്. കൃത്യം 2 മാസത്തിനുള്ളിൽ സെപ്റ്റംബർ 1 തീയതിക്കകം നമുക്ക് എന്ത് വന്നു, നമ്മുടെ റിസൾട്ട് വന്നു. അപ്പോൾ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 മാസമാണ്. എക്സാം കഴിഞ്ഞിട്ടുള്ള ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് 2 മാസമാണ്. അപ്പോൾ ഈ ഒരു ജൂൺ പരീക്ഷയുടെ വിജ്ഞാപനം വന്നത് മാർച്ച്, ഏപ്രിൽ ആ ഒരു പീരീഡിലാണ് നമ്മുടെ വിജ്ഞാപനം വന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജ്ഞാപനത്തിനും പരീക്ഷയ്ക്കും ഇടയിൽ കൂടി പോയാൽ നമുക്ക് കിട്ടുന്നത് 45 to 60 ഡേയ്സ് ആണ്. അപ്രോക്സിമേറ്റ്ലി 45 to 60 ഡേയ്സ് ആണ്. അപ്പം ആ ഒരു ട്രെൻഡിൽ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഡിസംബറിൽ പരീക്ഷ നടക്കും എന്നുള്ളത് ഷുവറാണ്. കാരണം ഈ വർഷം ഒരു പരീക്ഷ നടന്നിട്ടുള്ളൂ. സോ നമുക്ക് ഡിസംബറിൽ പരീക്ഷ നടക്കണം. സോ തീർച്ചയായിട്ടും ഒക്ടോബർ ആദ്യത്തോടു കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ എൻഡോട് കൂടി അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തോടു കൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നമ്മളുടെ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് ഡിസംബർ തീരെ എൻഡിലോട്ട് പോവില്ല. കാരണം അവധികളും കാര്യങ്ങളും വെക്കേഷനും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ തീരെ എൻഡിലോട്ട് പോവില്ല. നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 3rd വീക്കോട് കൂടി തന്നെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു 45 to 60 ഡേയ്സ് പ്രയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബർ എൻഡ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തോടു കൂടി വിജ്ഞാപനം വരാം. അപ്പോൾ വിജ്ഞാപനം വരട്ടെ എന്ന് ചിന്തിക്കുന്നവരോട് ഇനി എത്ര ദിവസം പരീക്ഷയ്ക്കുണ്ട്? യെസ്, ഇനി നമ്മൾ കൃത്യമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി ഏകദേശം ഉള്ളത് 2 മാസം അല്ലെങ്കിൽ ഒരു 60 ദിവസം പ്ലസ് കൂടിപ്പോയാൽ ഒരു 15-20 ദിവസവും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ആ റേഞ്ചിൽ ഒരു 80 മുതൽ 90 ദിവസം, 90 നമുക്ക് ഒതന്റിക്കായിട്ട് പറയാൻ പറ്റില്ല എങ്കിൽ പോലും 80 മുതൽ 90 വരെയുള്ള സമയമാണ്, ദിവസങ്ങളുടെ ടൈമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ അവിടെ 2 കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിലുള്ള വ്യത്യാസമാണ്. നല്ല വ്യത്യാസമുണ്ട് അല്ലെ. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ സാരമായ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. പാറ്റേൺ ചേഞ്ചസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് മാത്രം പഠിച്ചത് കൊണ്ടോ PYQ മാത്രം പഠിച്ചത് കൊണ്ടോ ഒരിക്കലും നമുക്ക് കേറ്ററ്റ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, LPSC UPSC കഴിഞ്ഞതിന് ശേഷം നമുക്ക് NCA പരീക്ഷകൾ, LPSC UPSC NCA പരീക്ഷകളും വിളിച്ചിരുന്നു. SC/ST വിഭാഗക്കാർക്കും അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള വിഭാഗക്കാർക്കുമായിട്ടുള്ള പരീക്ഷകൾ വിളിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വിജ്ഞാപനങ്ങൾ നമുക്ക് NCA ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ LP UP പരീക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാം, LP UP പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരും. റാങ്ക് ലിസ്റ്റും ഇന്റർവ്യൂവും എല്ലാം നമുക്ക് അടുത്ത വർഷം കൃത്യസമയത്തിനുള്ളിൽ തന്നെ, റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിനുള്ളിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഷെഡ്യൂൾഡ് ആവുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ വീണ്ടും അടുത്ത LP UP പരീക്ഷയ്ക്ക് നമുക്കിനി ഏകദേശം നമ്മുടെ കൈകളിലുള്ളത് 2 വർഷത്തിന് താഴെയാണ്. 2 വർഷമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഈ ഒരു ഫുൾ പീരീഡ് നോക്കുവാണെങ്കിൽ 6 മാസവും പിന്നെ ഒരു വർഷം കൂടിപ്പോയാൽ നമുക്കിനി അടുത്ത വിജ്ഞാപനത്തിനുള്ളിൽ നമുക്കൊരു മാക്സിമം ഒരു 1.5 to 2 years ആണ് പ്രതീക്ഷിക്കാവുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് എത്ര കേറ്ററ്റ് കിട്ടും? അതിനുള്ളിൽ നമുക്ക് മാക്സിമം കിട്ടുവാണെങ്കിൽ തന്നെ 3 കേറ്ററ്റ് ആയിരിക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷം വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിജ്ഞാപനമാണ് HSA അല്ലേ. അപ്പോൾ HSA ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ കേറ്ററ്റ് കാറ്റഗറി 3 ക്ലിയർ ചെയ്യണം. സോ അതിനും നിങ്ങൾക്ക് മുന്നിലുള്ള അവസരമാണ്. സോ ഈ കേറ്ററ്റ് കാറ്റഗറി 3 വളരെ വളരെ നിർണായകമായിട്ട് തന്നെ വിചാരിക്കുക. എഴുതാത്തവർ അല്ലെങ്കിൽ പഠിക്കാത്തവർ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കേറ്ററ്റ് കാറ്റഗറി 3 പരീക്ഷ ക്വാളിഫൈ ചെയ്യുകയും HSAക്ക് പഠിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വിജ്ഞാപനത്തിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് കേറ്ററ്റ് കാറ്റഗറി 3 എക്സാം ആയിട്ട് തന്നെ കാണുക. ഒരുപാട് അവസരങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മുടെ ഈ ഒരു കേറ്ററ്റ് പരീക്ഷ എന്ന് പറയുന്നത്, സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലേ. അപ്പോൾ ആ ഒരു കേറ്ററ്റ് എക്സാമിനെ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട. അധ്യാപകരാവണമെങ്കിൽ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. കേറ്ററ്റ് എക്സാം ആദ്യം ഒന്ന്
ക്ലിയർ ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. അത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി ഇവിടെ പഠനത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ്. ഒരുപാട് ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് വട്ടം എഴുതിയിട്ട് അല്ലെങ്കിൽ ബേസ് വേണ്ട വിഷയങ്ങളായ ഇംഗ്ലീഷും മാത്സും എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്ന് തന്നെയാണ് നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ ആദ്യം സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ഭാഗം പഠിച്ചു തീർക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ കോൺഫിഡൻസിന് ഇരട്ടി ഒരു ബൂസ്റ്റ് തരുന്നതാണ് അല്ലേ. അപ്പോൾ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരിക്കരുത്, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം തന്നെ സിലബസും മാറി വരുന്ന ട്രെൻഡും PYQവും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. സോ കേറ്ററ്റ് പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ 90 ദിവസത്തെ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കേട്ടിട്ട് പാസ്സാവുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയം വേണ്ട. സോ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാം. നമ്മൾ ലൈവ് ക്ലാസ്സസ് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, ഈ 90 ദിവസം കൊണ്ട് വളരെ കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. സോ ഈ ചാൻസ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക. കേറ്ററ്റിന്റെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8589083568. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഇപ്രാവശ്യം കേറ്ററ്റ് നേടും എന്ന വാശിയോടുകൂടി തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഏറ്റവും ആദ്യം ആ തീരുമാനമാണ് വേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്രാവശ്യത്തെ കേറ്ററ്റ് നേടും. ആ ഒരു തീരുമാനം നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉറപ്പിക്കുന്നോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികൾ തെളിയുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും CC ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.